അദ്ധ്യായം 15. യൂദായുടെ ഓഹരി. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സീൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏദോം അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു. അവരുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിൻ്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു. അത് അക്രാബിൻ്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്ന് കാദേശ് ബർണയുടെ തെക്ക് ഭാഗത്തുകൂടി ഹെസ്രോണിലൂടെ അദാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു. അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോട് വരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു. ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി. ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി. വടക്കേ അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു. അത് ബേത്ത് ഹോഗ്ലായിലൂടെ പോയി ബേത്ത് അരാബയുടെ വടക്കുകൂടെ കടന്ന് റൂബൻ്റെ മകൻ ബോഹാൻ്റെ ശില വരെ പോകുന്നു. തുടർന്ന് ആഖോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു. താഴ്വരയുടെ തെക്കുവശത്തുള്ള അദുമീം കയറ്റത്തിൻ്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി. എൻ ഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻ റോഗലിൽ എത്തുന്നു. അവിടെ നിന്ന് അത് ജബൂസിയ മലയുടെ ജെറുസലേമിൻ്റെ തെക്കേ അറ്റത്ത് ബെൻ ഹിന്നോം താഴ്വര വരെ പോകുന്നു. പിന്നീട് ഹിന്നോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫ്വാം താഴ്വരയുടെ അടുത്ത് വടക്കോട്ടുമുള്ള മലമുകളിലേക്ക് കയറുന്നു. വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക്, അതായത് കിരിയാത്ത് യെയാറിമിലേക്ക് വളഞ്ഞു പോകുന്നു. ബാലായുടെ പശ്ചിമഭാഗത്തൂടെ കടന്ന് സെയർ മലയിലെത്തിയ യെയാറിം മലയുടെ കെസലോണിൻ്റെ വടക്ക് ഭാഗത്തൂടെ കടന്ന് ബെത്ത് ഷമേഷിലേക്ക് ഇറങ്ങി തിമ്നായിലൂടെ നീങ്ങുന്നു. അത് എക്രോണിൻ്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്കറോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യാബ്നേലിലെത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരപ്രദേശവുമാണ്. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണിത്. ജോഷുവയുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യെഫുന്നയുടെ മകനായ കാലബിന് യൂദാഗോത്രത്തിൻ്റെ ഇടയിൽ കിരിയാത്ത് അർബ ഹെബ്രോൺ കൊടുത്തു. അനാക്കിൻ്റെ പിതാവായിരുന്നു അർബ. അവിടെ നിന്ന് കാലബ് അനാക്കിൻ്റെ സന്തതികളായ ഷേഷായി, അഹിമാൻ, തൽമായി എന്നിവരെ തുരത്തി. പിന്നീട് അവൻ ദബീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു. ദബീറിൻ്റെ പഴയ പേര് കിരിയാത്ത് സേഫർ എന്നായിരുന്നു. കാലബ് പറഞ്ഞു, കിരിയാത്ത് സേഫർ പിടിച്ചടക്കുന്നവന് എൻ്റെ മകൾ അക്സായെ ഞാൻ ഭാര്യയായി കൊടുക്കും. കാലബിൻ്റെ സഹോദരൻ കെനസിൻ്റെ മകനായ ഒത്തനിയേൽ അത് പിടിച്ചെടുത്തു. അവന് തൻ്റെ മകളായ അക്സയെ കാലബ് ഭാര്യയായി നൽകി. അവൾ അടുത്തു ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്നിറങ്ങിയപ്പോൾ കാലബ് അവളോട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്കൊരു സമ്മാനം വേണം. നീ എന്നെ വരണ്ട നെഗബിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ തരണം. കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം. തെക്കേ അറ്റത്ത് ഏദോം അതിർത്തിക്കരികെ യൂദാഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: കബ്സേൽ, ഏദർ, യാഗൂർ, കീന, ദിമോന, അദാദ, കേദഷ്, ഹാസോർ, ഇത്നാൻ, സിഫ്, തേലം, ബെയാലോത്ത്, ഹസോർ ഹദാത്ത്, കെരിയോത്ത്, ഹെസ്രോൺ, ഹാസോർ, അമാം, ഷേമ, മൊളാദ, ഹസാർഗാദ, ഹെഷ്മോൺ, ബെത്പെലേത്ത്, ഹസാർ ഷുവാൽ, ബേർഷേബ, ബിസിയോദിയ, ബാല, ഇയം, ഏസം, എൽത്തൊലാദ്, കെസിൽ, ഹോർമ, സിക്ലാഗ്, മദ്മന്ന, സാൻസന്ന, ലബാവോത്ത്, ഷിൽഹിം, അയിൻ, റിമ്മോൻ. അങ്ങനെ ആകെ 29 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സമതലത്തിൽ എഷ്താവോൽ, സോറ, അഷ്ന, സനോവ, എൻഗന്നീം, തപ്പുവ, ഏനാം, യാർമുത്ത്, അതുല്ലാം, സൊക്കെ, അസേക്ക, ഷയാറിം, അതിത്തായിം, ഗദേറ, ഗെദുറോത്തായിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാഷ, മിഗൽഗാദ്, ദിലയാൻ, മിസ്പെ, യോക്തേൽ, ലാഗിഷ്, ബൊസ്കത്ത്, എഗ്ലോൻ,
കബോൻ, ലഹ്മാം, കിത്ലിഷ്, ഗദേറോത്ത്, ബദ്ദഗോൻ, നാമ, മക്കേദ എന്നീ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ലെബ്ന, എത്തോർ, ആഷാൻ, ഇഫ്ത, അഷ്ന, നെസിബ്, കെയില, അക്സീബ്, മറേഷ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, എക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, എക്രോൺ മുതൽ സമുദ്രം വരെ അഷ്ദോദിൻ്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, അഷ്ദോദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഗാസായിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഈജിപ്ത് തോടും മഹാസമുദ്രവും അതിൻ്റെ തീരവും വരെ, മലമ്പ്രദേശങ്ങളിൽ ഷമീർ, യത്തീർ, സൊക്കെ, ദന്ന, കിരിയാത് സന്ന, ദബീർ, അനാബ്, എഷ്തമോ, അനി, ഗോഷൻ, ഹോലൻ, ഗിലോ എന്നീ 11 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, അരാബ്, ദുമ, എഷാൻ, യാനീം, ബത്തപ്പുവ, അഫേക്ക, ഹുംത, കിരിയാത്ത് അർബ, ഹെബ്രോൺ, സിയോർ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, മാവോൻ, കാർമൽ, സിഫ്, യുത്ത, യസ്രേൽ, യോക്ദയാം, സനോവ, കായിൽ, ഗിബയ, തിംന എന്നീ 10 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഹാൽഹോൽ, ബത്സൂർ, ഗദോർ, മറാത്ത്, ബത്ത് അനോത്ത്, എൽതെക്കോൻ എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, കിരിയാത്ത് ബാൽ, കിരിയാത്ത് യാറീം, റാബ എന്നീ 2 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, മരുഭൂമിയിൽ ബത്ത് അരാബ, മെദ്ദീൻ, സെക്കാക്ക, നിബ്ഷാൻ ഉപ്പുനഗരം, എൻഗേദി എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എന്നാൽ യൂദാഗോത്രത്തിന് ജെറുസലേം നിവാസികളായ ജബൂസ്യരെ തുരത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നും ജബൂസ്യർ അവരോടൊന്നിച്ച് ജെറുസലേമിൽ വസിക്കുന്നു.